ഒരുപാട് പേരുണ്ട് സ്പോർട്സ് എന്ന് കേട്ടാൽ ഒരു വികാരവും തോന്നാത്തവർ. ന്യൂറോ സയൻസ് പറയുന്നത് അവരുടെയൊക്കെ തലച്ചോറ് കുറച്ച് വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ഒരു കളി കണ്ട് ലക്ഷക്കണക്കിന് പേർ ആർത്ത് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താ ഒന്നും തോന്നാത്തത്? നമുക്കതിന്റെ സയൻസിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റയ്ക്കല്ല. പക്ഷേ നിങ്ങളുടെ ബ്രെയിനുള്ളിൽ സംഭവിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. മനുഷ്യർക്ക് എപ്പോഴും ഒരു ഗ്യാങ്ങിന്റെ ഭാഗമാകാൻ ഇഷ്ടമാണ്. പലർക്കും സ്പോർട്സ് അതുപോലെ ഒരു മോഡേൺ ഗ്യാങ് ആണ്. അടിപൊളി ജേഴ്സിയൊക്കെ ഉള്ളൊരു ഗ്യാങ്. ഒരു ഫാൻ അവരുടെ ടീമിനെ കാണുമ്പോൾ തലച്ചോറിൽ ഒരു ഹോർമോൺ വരും, ഓക്സിറ്റോസിൻ. ആ കളിക്കാരൊക്കെ സ്വന്തം കുടുംബം പോലെ തോന്നും. പക്ഷേ നിങ്ങളുടെ തലച്ചോറിന് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിസത്തിൽ വലിയ താല്പര്യം കാണില്ല. അവർ കൂടുതൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. കംപ്ലീറ്റ് ആകാൻ എനിക്കൊരു ടീമിന്റെ ഭാഗമാകേണ്ട ആവശ്യമില്ല, ഇതാണ് അവരുടെ ഒരു ലൈൻ. നമ്മൾ അവർ എന്ന ചിന്ത ഇവർക്ക് കുറവായിരിക്കും. ആരാധകർക്ക് സ്പോർട്സ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡിക്ഷൻ പോലെയാണ്. ഇതിന്റെ പിന്നിലൊരു വില്ലനുണ്ട്, ഡോപ്പമിൻ. കളി കാണുമ്പോൾ ഓരോ നീക്കവും തലച്ചോറിൽ ചെറിയ ഡോസ് ഡോപ്പമിൻ തരും. ശരിക്കും ഗാംബ്ലിംഗ് പോലെ. ഇതൊരു റിവാർഡ് ലൂപ്പാണ്. അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്ന ആ ഒരു ഉറപ്പില്ലായ്മ, അതുതന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. സ്ലോട്ട് മെഷീനുകൾ നമ്മളെ ആകർഷിക്കുന്നതും ഇതേ കാരണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഈ താല്പര്യമില്ലായ്മ ഒരുപക്ഷെ നിങ്ങളുടെ DNA-യിൽ തന്നെ കോഡ് ചെയ്തിട്ടുണ്ടാവാം. അത്ര സിമ്പിൾ. ഇനി നമുക്ക് ജയത്തെയും തോൽവിയും കുറിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് നോക്കാം. ആരാധകർക്കിടയിൽ ഇത് കോമൺ ആണ്. ടീം ജയിക്കുമ്പോൾ നമ്മൾ ജയിച്ചു, പക്ഷെ തോൽക്കുമ്പോഴോ അവർ തോറ്റു. ആ വാക്കുമാറ്റം കണ്ടു. പരാജയത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു സൂത്രമാണത്. എന്നാൽ ആരാധകരല്ലാത്തവരുടെ ആത്മാഭിമാനം ഇങ്ങനെ മറ്റൊരാളുടെ ജയത്തെയോ തോൽവിയെയോ അത്ര കണ്ട് ആശ്രയിക്കുന്നില്ല. അപ്പോൾ സ്പോർട്സിൽ താല്പര്യമില്ലെങ്കിൽ ആ പാഷനൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? സംഗതി പാഷൻ ഇല്ലാത്തതല്ല, അത് വേറെ വഴിക്ക് തിരിച്ചുവിടുന്നതാണ്. എല്ലാവർക്കും കെയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആരാധകർ അത് ടീമിന് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത് ചിലപ്പോൾ സാമൂഹിക വിഷയങ്ങളാകാം, ക്രിയേറ്റീവ് പ്രൊജക്റ്റുകളാകാം, അല്ലെങ്കിൽ കലയും സംഗീതവുമാകാം. അങ്ങനെ പലതും. ആരാധകർ ടീമുമായി ഒരു വൺ സൈഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. എന്നാൽ ആരാധകരല്ലാത്തവർക്ക് പരസ്പരം പ്രതികരണമുള്ള ബന്ധങ്ങളോടാണ് കൂടുതൽ താല്പര്യം. ഒരാള് ഒരു കളിയുടെ ഫൈനലിലെ ഒരു ഇതിഹാസ കഥ കാണും. മറ്റൊരാൾക്ക് ആ കഥ കിട്ടുന്നത് ഒരു നല്ല പുസ്തകത്തിൽ നിന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്തോ വലിയൊരു അനുഭവം നഷ്ടപ്പെടുന്നതെന്നല്ല, നിങ്ങളുടെ ബ്രെയിനിന്റെ വയറിംഗ് കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ബോറിങ്ങോ കഴിവില്ലാത്തവരോ അല്ല. നിങ്ങൾ കളിക്കുന്നത് വേറൊരു ഗെയിമാണ്, അല്ലേ? ആ ഗെയിമിൽ നിങ്ങൾക്ക് എന്താണ് വിജയം?